ഏതാനും ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പൊതുപരിപാടിയിൽ പങ്കെടുക്കാനെത്തി. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പത്തനംതിട്ടയിൽ നടത്തുന്ന ആരോഗ്യം ആനന്ദം പത്തനംതിട്ട ഫെസ്റ്റിൽ ആരോഗ്യ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നതിനായാണ് മന്ത്രി എത്തിയത്. പൊതുജനങ്ങളിൽ ആരോഗ്യ അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ആരോഗ്യം ആനന്ദം പരിപാടി നടത്തുന്നത്. സർക്കാർ ആരോഗ്യ മേഖലയെ തകർക്കാൻ ആസൂത്രിതമായ ശ്രമം നടക്കുന്നതായും പൊതുജനങ്ങളുടെ സഹകരണത്തോടെ ഈ ശ്രമത്തെ സർക്കാർ തോൽപ്പിക്കുമെന്നും മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. നമ്മുടെ ആരോഗ്യ വകുപ്പ് ഈ കാലഘട്ടത്തിൽ ആർദ്ര മിഷനിലൂടെ വിഭാവനം ചെയ്ത 10 കാര്യങ്ങളിൽ ഓരോന്നും സാക്ഷാത്കരിച്ചാണ് നമ്മളിവിടെ നിൽക്കുന്നത് എന്ന സന്തോഷത്തോടെയാണ് നമ്മുടെ ഈ സെമിനാറും ആരോഗ്യ ക്യാമ്പുകളുമൊക്കെ സംഘടിപ്പിക്കപ്പെടുന്നത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ 381 കോടി രൂപയുടെ പുതിയ കെട്ടിടത്തിൻ്റെയും അനുബന്ധ ഉപകരണങ്ങളുടെയും എല്ലാം പൂർത്തീകരിച്ചതിൻ്റെ ഉദ്ഘാടനം നടക്കുകയാണ്. ഇന്ന് മാത്രം 438 കോടി രൂപയുടെ പൂർത്തീകരിച്ച പ്രോജക്ട്സിൻ്റെ ഉദ്ഘാടനമാണ് നടക്കുന്നത്. കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ, സർക്കാർ മേഖലയെ തകർക്കാൻ ആസൂത്രിതമായ ശ്രമം നടത്തുമ്പോൾ നമ്മൾ, കേരളത്തിൻ്റെ പൊതുസമൂഹവും ആരോഗ്യ വകുപ്പും ഇന്നത്തെ ഈ സംസ്ഥാനത്ത് നടക്കുന്ന പ്രോജക്റ്റുകളുടെ ഉദ്ഘാടനം ഉൾപ്പെടെയുള്ളവയിലൂടെ നമ്മൾ പറയുന്നു, നമ്മൾ പ്രതിരോധം തീർക്കുകയാണ്, സത്യത്തിൻ്റെ പ്രതിരോധം തീർക്കുകയാണ്. ഉദ്ഘാടന ചടങ്ങിന് ശേഷം ആരോഗ്യം ആനന്ദം പരിപാടിയുടെ ഭാഗമായി തയ്യാറാക്കിയ വിവിധ പരിശോധനാ കേന്ദ്രങ്ങൾ മന്ത്രി സന്ദർശിച്ചു. നിലവിൽ ഒന്നും പ്രതികരിക്കാനില്ല, പിന്നീടാകാം എന്ന് പറഞ്ഞ് മന്ത്രി മടങ്ങി. റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.